നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ബോളിവുഡിൽ നിരവധി ആരാധകരുള്ള താരജോഡികളാണ് ഐശ്വര്യ റോയും അഭിഷേക് ബച്ചനും. ഇരുവരുടെയും അഭിമുഖങ്ങളും മറ്റും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ട്. ആരാധ്യ ബച്ചനാണ് ഐശ്വര്യയുടെയും അഭിഷേകിന്റെയും മകൾ. എന്നും പരസ്പരമുള്ള ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും കാര്യത്തിൽ ആരാധകർക്ക് മാതൃകയാണ് അഭിഷേകും ഐശ്വര്യയും. എന്നാൽ നടി അഭിഷേക് ബച്ചന്റെ വീട്ടുകാരുമായി അകൽച്ചയിലാണെന്ന് അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം അഭിഷേക് ബച്ചനും ഐശ്വര്യ റോയും തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകൾ വീണിട്ടുണ്ട്. വാർത്തകളോട് താരങ്ങളോ ബച്ചൻ കുടുംബത്തിലെ മറ്റാരെങ്കിലുമോ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. എന്നാൽ സമീപകാലത്തായി നടന്ന പല സംഭവങ്ങളും ഈ റിപ്പോർട്ടുകൾക്ക് ശക്തി പകരുന്നതായിരുന്നു. അഭിഷേക് ബച്ചന്റെ സഹോദരി ശ്വേത ബച്ചന്റെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം. സഹോദരിക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ച് അഭിഷേക് ബച്ചൻ പങ്കുവച്ച ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. അഭിഷേക് ബച്ചന്റെയും ശ്വേത ബച്ചന്റെയും ചെറുപ്പകാലം തൊട്ടുള്ള ചിത്രങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. ഇതിൽ സ്നേഹം പ്രകടിപ്പിച്ച് നിരവധി പേർ കമന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൃപ്തി പ്രകടിപ്പിച്ചും പലരും രംഗത്തെത്തിയിട്ടുണ്ട്. പിറന്നാൾ ആശംസകൾ ശ്വേതാദി. ഞാൻ ചിലപ്പോൾ ഇതുവരെ പറഞ്ഞിരിക്കില്ല, പക്ഷേ നിങ്ങൾ എന്ന് വെച്ചാൽ എനിക്ക് ലോകം തന്നെയാണ്, ലവ് യു എന്നാണ് അഭിഷേക് പിറന്നാൾ ആശംസ അറിയിച്ചുകൊണ്ടുള്ള വീഡിയോയ്ക്കൊപ്പം പങ്കുവച്ച കുറിപ്പ്. എന്നാൽ ഇതിന് പിന്നാലെയാണ് ആളുകൾ എതിർപ്പുകൾ അറിയിച്ചുകൊണ്ടുള്ള കമന്റുകളും രേഖപ്പെടുത്തിയത്. ഐശ്വര്യയുടെ പിറന്നാളിന് ഒരു ചിത്രം മാത്രമാണ് പങ്കുവച്ചിട്ടുള്ളതെന്നും ഇതുപോലെയുള്ള വീഡിയോ എന്തുകൊണ്ട് ഉണ്ടാക്കിയില്ലെന്നുമാണ് ചില ആരാധകരുടെ ചോദ്യം. ഐശ്വര്യ റോയിയെ ഡിവോഴ്സ് ചെയ്തേക്കൂ, നിങ്ങൾ അവരെ അർഹിക്കുന്നില്ല. ഇതുപോലെ ഒരു ക്യാപ്ഷനോ വീഡിയോയോ നിങ്ങൾ ഐശ്വര്യയ്ക്ക് വേണ്ടി ചെയ്തിട്ടില്ല, മകൾക്ക് വേണ്ടി പോലും ചെയ്തിട്ടില്ല എന്നാണ് ഒരു കമന്റ്. സെലിബ്രിറ്റികളായ ആണുങ്ങൾ അവരുടെ ഭാര്യമാരെ തോൽപ്പിക്കുന്നത് ഇങ്ങനെയാണ്. തന്റെ ഭാര്യയെ ഉയർത്താൻ കഴിയാത്ത ഭർത്താവാണ് ഇദ്ദേഹം. എന്നാൽ അവർ ഐശ്വര്യ റോയ് ബച്ചനാണ്. കുടുംബത്തിലെ എല്ലാവരെയും കുറിച്ച് പാരഗ്രാഫ് കണക്കെഴുതുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ സ്ത്രീകളുടെയും അവസ്ഥ ഇത് തന്നെയാണ് എന്നാണ് ഒരു കമന്റ്. ഐശ്വര്യയുടെയും മകളുടെയും പിറന്നാളിനോ മറ്റ് വിശേഷങ്ങൾക്കോ വളരെ ഫോർമലായുള്ള പോസ്റ്റുകളാണ് അഭിഷേക് പങ്കുവയ്ക്കുന്നതെന്നും എന്നാൽ അച്ഛന്റെയും അമ്മയുടെയും പിറന്നാളിനും മറ്റും അങ്ങനെ അല്ലെന്നുമാണ് സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരിക്കുന്നത്. 2000-ൽ റെഫ്യൂജി എന്ന ചിത്രത്തിലൂടെയാണ് കരിയർ ആരംഭിച്ചതെങ്കിലും അഭിഷേകിന്റെ ബ്രേക്ക് നൽകിയ ചിത്രം ധൂമാണ്. 2004-ൽ ഇറങ്ങിയ ധൂം അഭിഷേകിന് വലിയ ആരാധക കൂട്ടത്തെ തന്നെ സൃഷ്ടിച്ചു നൽകിയിട്ടുണ്ട്. തുടർന്ന് അഭിനയിച്ച യുവ, സർക്കാർ, കഭി അൽവിദ നാ കഹ്ന തുടങ്ങിയ ചിത്രങ്ങൾ ശ്രദ്ധിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. ഗുരു, ബെൻഡി ഓർ ബബ്ലി എന്ന ചിത്രങ്ങളാണ് താരത്തിന്റെ മികച്ച വിജയങ്ങളായി കണക്കാക്കാവുന്ന ചിത്രങ്ങൾ. തുടർന്ന് ദോസ്ത്ന, ദസ്, ധൂം 2, ധൂം 3, ഹൗസ്ഫുൾ 3 എന്നീ ചിത്രങ്ങളിലും വേഷമിട്ട അഭിഷേക് പാ എന്ന കോമഡി ചിത്രത്തിൽ അഭിനയിക്കുകയും ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. എന്നാൽ അഭിഷേക് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് ഐശ്വര്യ റോയുമായുള്ള വിവാഹത്തോടെയാണ്. 2002-ൽ അമിതാഭ് ബച്ചന്റെ 60-ാം പിറന്നാളിൽ കരിഷ്മ കപൂറുമായി അഭിഷേക് ബച്ചന്റെ എൻഗേജ്മെന്റ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചെങ്കിലും 2003-ൽ അത് പിൻവലിച്ചു. 2006-ൽ ധൂം 2-വിന്റെ ചിത്രീകരണത്തിനിടെയാണ് നടി ഐശ്വര്യയും അഭിഷേക് ബച്ചനും പ്രണയത്തിലാവുന്നത്. തുടർന്ന് സിനിമകളിൽ നിന്ന് വിട്ടുനിന്ന ഐശ്വര്യ ഏറെ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചു വന്നത്. ഇരുവർക്കും ആരാധ്യ എന്ന ഒരു മകളും ഉണ്ട്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.